ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളാൽ വിരചിതമായ ഇന്ദ്രിയവൈരാഗ്യം. ശ്ലോകം 6. നീരും നിരന്ന നിലവും കനലോട് കാറ്റും ചേരും ചിദംബരമതിലിങ്കലിരുന്നിടും നീ പാരിൽ കിടന്നലയുമെൻ പരിതാപമെല്ലാം ആരിങ്ങു നിന്നോടറിയപ്പതിനുണ്ടു ശംഭോ. നീര് വെള്ളം, നിരന്ന നിലം പരന്ന ഭൂമി, കനൽ തീ പാരിൽ ഭൂമിയിൽ, പരിതാപം ദുഃഖം. അഷ്ടമൂർത്തിയെങ്കിലും അരൂപിയായ നിന്നോട് എൻ്റെ പരിതാപം ആരാണ് അറിയിക്കുക? വെള്ളം, ഭൂമി, തീ, വായു എന്നീ ഭൂതങ്ങളോട് ചേർന്ന് നീ ചിദംബരത്ത് അമരുന്നു. ഭൂമിയിൽ കിടന്ന് അലയുന്ന എൻ്റെ പരിതാപമെല്ലാം നിന്നോട് അറിയിക്കുന്നതിന് ശംഭോ ഇവിടെ ആരാണുള്ളത്? ചിദംബരം എന്നതുകൊണ്ട് ആ പേരുള്ള സ്ഥലമല്ല വിവക്ഷ, ചിദാകാശമാണ്. ചിദാകാശസ്ഥനോട് അറിയിക്കുക സുകരമല്ലല്ലോ. അതാണ് ആരുണ്ടറിയിക്കാൻ എന്ന് ചോദിച്ചത്. പരന്നു വ്യാപിച്ചു കിടക്കുന്ന വെള്ളവും ഭൂമിയും അഗ്നിയും വായുവും നിലനിന്നു പോരുന്ന ബോധമയമായ ആകാശത്തിൽ ഇടതിങ്ങി അവിടുന്ന് സ്ഥിതി ചെയ്യുന്നു. മംഗളസ്വരൂപിയായ അല്ലയോ ഭഗവൻ, സദാ വിഷയങ്ങളുമായി മല്ലിട്ടു കഴിയുന്ന ഈ ഭക്തൻ്റെ ദുഃഖമെല്ലാം അങ്ങയോടറിയിക്കാൻ ആരാണുള്ളത്? പഞ്ചഭൂത നിർമ്മിതമായ പ്രപഞ്ചത്തിൻ്റെ ആധാരമായി പുറമേ കാണപ്പെടുന്നത് ആകാശമാണ്. ആകാശസ്വരൂപത്തിൽ കണ്ണിനു തെളിയുന്ന രൂപമൊന്നുമില്ലാത്തതുകൊണ്ട് ചിലർ ആകാശം ശൂന്യമെന്നും കരുതുന്നു. അങ്ങനെ പ്രപഞ്ചം ശൂന്യതയിൽ നിന്നും ഉണ്ടായതാണെന്നും അവർ വാദിക്കുന്നു. ആത്മസത്യം കണ്ടെത്തിയവർക്ക് ആകാശം ശൂന്യമല്ല, ആനന്ദഘനമായ നിശ്ചലബോധത്തിൽ പ്രകടമാകുന്ന ഒരു കാഴ്ചയാണ് ആകാശം. ആകാശത്തിൽ ഉടനീളവും അതിനപ്പുറവും ബോധമാണ് വസ്തു. ആകാശത്തിൽ എവിടെയും ശക്തിസ്പന്ദനം അനുഭവപ്പെടുന്നതു തന്നെ ബോധത്തിൻ്റെ സർവവ്യാപിത്വത്തിന് സ്പഷ്ടമായ തെളിവാണ്. വെറും ശൂന്യതയിൽ നിന്നും എന്തു ശക്തിയാണ് സ്പന്ദിക്കുക? ഈ സത്യം മനസ്സിലാക്കിയതുകൊണ്ടാണ് ആകാശത്തെ സത്യദർശികൾ ചിദംബരമെന്ന് വിളിക്കുന്നത്. ബോധം നിറഞ്ഞു തിങ്ങുന്ന ആകാശം എന്നാണ് ചിദംബരപദത്തിനർത്ഥം. അപ്പോൾ വെറും ശൂന്യതയിലല്ല, ചിദംബരത്തിലാണ് വെള്ളം, ഭൂമി, അഗ്നി, വായു എന്നിവയെല്ലാം നിന്ന് ചലിക്കുന്നതെന്നറിഞ്ഞാൽ ഒട്ടേറെ സംശയങ്ങൾക്ക് പരിഹാരം കിട്ടുന്നതാണ്. പക്ഷേ സ്വന്തം ഉള്ളിൽ ബോധസത്യം കണ്ടെത്തിയവർക്കേ ഇത് തെളിയൂ. വിഷയങ്ങളുമായി സദാ മല്ലിട്ടു കഴിയുന്നവർക്ക് ഈ സത്യം തെളിയുകയില്ല. വിഷയാഭിനിവേശം മാറി ഇന്ദ്രിയങ്ങൾ പാട്ടിലായി സത്യം തെളിയാൻ അനുഗ്രഹിക്കണമെന്നാണ് ഭക്തൻ ഇവിടെ പ്രാർത്ഥിച്ചിരിക്കുന്നത്. വിഷയഭ്രമത്തിൽ കിടന്നുഴലുന്ന ഇന്ദ്രിയങ്ങളെ പാട്ടിലാക്കാൻ അവയെ ഈശ്വരബുദ്ധി അഭ്യസിപ്പിക്കുക മാത്രമാണ് മാർഗം. അതിനനുഗ്രഹിക്കണമെന്നാണ് 7-ാം പദ്യത്തിൽ പ്രാർത്ഥിക്കുന്നത്. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം തത് സത് ശ്രീ നാരായണ ഗുരു അർപ്പണമസ്തു. ഓം